ओके सब लोग से पास से ऐसा करता हूँ कल ये सेम प्लेट में दूसरा आदमी का भोजन देना हो। भैया ये ट्रे है, ट्रे सर्विस है, ट्रे सर्विस में दिया जाता है। वो वाली ट्रे में बिकने वाला नहीं है। एसी में ये ट्रे चलता है। फोटो खींच लीजिए कि इस ट्रे में देता है। एसी में हाँ, इसी में सर्विस करता है। मैं एसी में एक टाइम और मैं इसी में भी किया हूँ, जाके देखिए कितना ट्रे है। एसी में भी यही सर्विस है, मेल आउट है इसी में देने के लिए। आप टीटीआर का बोलो ये नहीं है कंप्लेंट देना हो। ये क्या चीज? बाथरूम का कंडीशन। बाथरूम का हम लोग का जिम्मेवारी नहीं है ना भैया। बाथरूम का हम लोग का काम ये नहीं देखो आप एक ട്രെയിൻ ഈ ട്രെയിനിന്റെ പേരെന്താണ്? ഗംഗാസാഗർ എക്സ്പ്രസ് കൊച്ചുവേളി. ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്നു. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിലെ അവസ്ഥ നോക്കാം. ഇതാണ് ടോയ്ലറ്റിലെ അവസ്ഥ. ഇത് മനുഷ്യൻ യാത്ര ചെയ്യുന്ന സാധനമല്ലേ? ഇത് നോക്കുക, ഒരു ബാത്റൂം. ഇവിടെ എ സിയുടെ കമ്പാർട്ട്മെന്റ് ആണ്. അത് അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അവിടെ അടച്ചിട്ടേക്കാണ് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ. അടുത്തൊരു വേറൊരു ബാത്റൂം നോക്കുക. ഇതിന്റെയൊക്കെ കണ്ടീഷൻ നോക്കുക എങ്ങനെയാന്ന്. ഇവിടെ സാനിറ്റേഷനെ പറ്റി മറ്റുള്ള കാര്യങ്ങളെ പറ്റി വലിയ വാചാകുന്ന ആൾക്കാരാണോ ഇവിടെ ഉള്ളത്? വെള്ളം മോളിന്നാ വെള്ളം വീഴുന്നത്. ഇതിന്റെ മോളിന്ന് ഇവിടെ വെള്ളമില്ല. ആ വെള്ളം പോകുന്ന അതില് പൈപ്പില്ലേ? ഇവിടെ കണക്ഷൻ ഇല്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലോക്കൽ കമ്പാർട്ട്മെന്റിന്റെ ഗതി. ഇത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ പൈസ മേടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു TTR ഇല്ല, ഒരാളെ കാണാനില്ല. ഇതിൽ എന്തുമാത്രം സ്ത്രീകൾ യാത്ര ചെയ്യുന്നതാണ്. ഈ കമ്പാർട്ട്മെന്റ് വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു സ്ത്രീകൾക്ക് പോകുന്ന എങ്ങനെ പോകാൻ പറ്റും? ഇത് വലിയ കാര്യമായിട്ട് തന്നെ ഇന്ത്യൻ റെയിൽവേ ഇത് കാര്യമായിട്ട് തന്നെ എടുത്ത് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നരേന്ദ്രമോദി എപ്പോഴും സാനിറ്റേഷനെ പറ്റി പറഞ്ഞതാണ്. ഇവിടെ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റി പറഞ്ഞതാണ്. ഇവിടെ സ്ലീപ്പർ ക്ലാസ്സിനും ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ അവർക്കൊരു ഇതുമില്ല. അവർക്ക് ഒരേ ഒരു പരാതി സോൾവ് ചെയ്യുന്ന AC-യിലും സ്ലീപ്പറിലും ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഞാൻ വിളിച്ച് ഈ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും വിളിച്ചു. അതിന് അവർ വ്യക്തമായ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇത് കാര്യമായിട്ട് തന്നെ എടുത്ത് എല്ലാ ലോക്കൽ കമ്പാർട്ട്മെന്റും എല്ലാവരും യാത്ര ചെയ്യുന്നതാണ്, എല്ലാ സ്ത്രീകളും യാത്ര ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടപ്പെട്ട നടപടി എടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് പറ്റുന്നവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. ഈ വണ്ടി ഗംഗാസാഗർ കൊച്ചുവഴി വണ്ടിയാണ്. ഇതിലാണെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇദ്ദേഹത്തിന്റെ പാനൊക്കെ നോക്കുക. ഇദ്ദേഹത്തെ തുണിയൊക്കെ ബാഗൊക്കെ എടുത്ത് അദ്ദേഹം അവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇതിന് മുകളിൽ നിന്ന് വെള്ളം വീണിട്ട്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പരിതാപകരമായ അവസ്ഥയാണ് ഇത് കാട്ടുന്നത്. ഈ വലിയ കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങൾ നടത്തപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്ന വണ്ടിയിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇത് വെറുതെ അല്ല, പൈസ കൊടുത്തിട്ടില്ല യാത്ര ചെയ്യുന്നത്. ആരും ഫ്രീ ആയിട്ടൊന്നും യാത്ര ചെയ്യുന്നില്ല. ഇതിനകത്തൊരു TTR വരെ കാണുന്നില്ല. ഇത് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇത് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതല്ലെന്നും കൂടെയാണ് പറയുന്നത്. അത് കാരണം ആരാണ് ഇത് കാണുന്നത്? അവരിതിനൊരു പരിഹാരം കണ്ട. ഇവിടെ ഒരു ഡസ്റ്റ്ബിനോ സാധനമോ ഒരു സാധനവും ഇല്ല. ഇവിടെ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഛർദ്ദിക്കാനാണ് വരുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ അയച്ചിരുന്നു ഈ നമ്പറിൽ. രാത്രി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ഒരു 5 തവണ എന്നെ വിളിച്ചു. ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കുക. ഇതിൻ്റെ അകത്തൊക്കെ മനുഷ്യൻ ഇന്നലെ തൊട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ സാധനം കണ്ടാൽ പിന്നെ ഒന്ന് കക്കൂസി പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് ഇതിനകത്തുനിന്ന് പല്ലേക്കാൻ പറ്റിയില്ല. അവസ്ഥയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതൊക്കെ ഓർത്ത് നോക്കുക. ഇത് നോക്കുക ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ നിന്ന് അങ്ങനെ പല്ല് തേക്കുക. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രത്യേകതയാണ്. AC ക്ലാസ് യാത്ര ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫെസിലിറ്റി കൊടുക്കുക. പക്ഷേ എന്താണ്, കോമൺ ജനത്തിനും എന്താണ്, അവരെ ജസ്റ്റിസ് വേണം. വ്യക്തികളെല്ലാവരും തുല്യരാണ് ക്ലീൻനെസ്സിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ. രാവിലെ ഒരു 5-8 തവണ എന്നെ വിളിച്ചു. ഇവിടെ ക്ലീൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ പറഞ്ഞ ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ വന്ന് നോക്കി, ക്ലീൻ ചെയ്തിട്ടില്ല. അതിനുശേഷം കണ്ടതാണ് ഇത്. AC കമ്പാർട്ട്മെൻറ്റിൻ്റെ സീറ്റാണ്. ഇത് രാത്രിയാകുമ്പോൾ ഇവരെന്താണ് ക്ലോസ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ പോകാതിരിക്കും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നോക്കുക ഒരവസ്ഥ. ഇവിടെ എങ്ങനെയാണ് മനുഷ്യൻ പല്ലേക്കുന്നത്? ഇതിനകത്തൊക്കെ 100 കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ഇത് ചവിട്ടി കയറ്റിക്കൊണ്ട് രാത്രി നിലത്താണ് ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ആൾക്കാർ കിടക്കുന്നവരെ. ഏത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്താലും ടിക്കറ്റ് പൈസ മേടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് കാരണം ഇന്ത്യൻ റെയിൽവേ ഇതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവകാശമാണ്. അത് തുള്ളി വെള്ളമില്ല. അതാ ഇത് ഓടുന്ന രാത്രി വെള്ളം ലീക്ക് ചെയ്യുവാണ് താഴത്തേക്ക്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവർക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. അത് തന്നെ ടിക്കറ്റ് കിട്ടാതെ പല ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. റോജി സാറ്, ഇദ്ദേഹം മലയാളിയാണെന്ന് തോന്നുന്നു. അല്ല സാറ് മലയാളിയല്ലേ? അതന്നെ ഇവിടെ TTR കണ്ടിട്ടില്ല. അത് കാരണം ഇന്നലെ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ തന്നെ TTR വന്നിട്ടുണ്ട്. ജനങ്ങൾ ഓരോരുത്തരും എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിന് റെസ്പോണ്ട് ചെയ്യണം. അതിന് ഇവിടെ ഒരു ഡസ്റ്റ്ബിനൊക്കെ വെക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ ഈ റോഡിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ ജനങ്ങൾ തിങ്ങി ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് ചെയ്തതിന് ശേഷം ബാക്കി പറയാം. ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടീഷനാണ്. മനുഷ്യൻ യാത്ര ചെയ്യുന്നല്ലേ. കന്നുകാലികൾ നമ്മളെ തൊഴുത്തിലൊക്കെ നമ്മൾ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇവിടെയാണ് ആൾക്കാർ രാത്രി വെറുതെ തറയിലാണ് കിടക്കുന്നത്. Sir, what is the experience of you? This is very dirty. Huh? Very dirty and what is it? बहुत गंदा, बहुत गंदा, बहुत गंदा. ऐसा ट्रैवल हम लोग कभी नहीं किया. ये पहला बार. എന്തായാലും പീയൂഷ് സാറിൻ്റെ കീഴിൽ ഇവിടെ വന്നിട്ട് സേവനം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇവർ വരെ ശ്രമിച്ചിട്ട് ഇത് പറ്റുന്നില്ല. അവർ ഇതിൻ്റെയൊക്കെ അവസ്ഥ, ഇത് എത്ര കാലമായിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട്? അത് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണിത്. നമ്മളൊക്കെ തൊഴുത്തതിലും വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് നമ്മുടെ കന്നുകാലികൾ. हमारा गाय काऊ है ना, बहुत टिक में हम चलता है। ये आदमी का इतना, हम लोग इंसान है फिर भी. हमारा पूरा सिलेबस में टीचिंग करता है क्या हमारा स्वच्छ भारत ऐसा. हमारा कंट्री अच्छा बनाना चाहिए. ये और गंदा करते हैं. ये पब्लिक की ट्रैवलिंग. ये इधर कितना बच्चा है इधर सोना है ना रात में. ये इधर से अंदर से जाता है आदमी, उधर से जाता है. Dirty. डर्टी. Hey, वो सब power of you because you make the video, no? That's why they are afraid.
नहीं ये लोग गलती नहीं है, ये लोग पहले देखना चाहिए। ഇപ്പം നോക്കുക അതിൻ്റെ കണ്ടീഷൻ. अभी देखो बराबर ഇപ്പം വന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്. ഇതൊക്കെ മലയാളീസാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അവസ്ഥയാണ് ഇന്നത്തെ. ഇവിടുന്ന് വെള്ളം ഇങ്ങനെ അകത്തൂടെ ഒഴുകിയിട്ട് ഇങ്ങോട്ട് വരിക. വേറെ എന്താ പല്ല് വരെ തേക്കാൻ പറ്റിയിട്ടില്ല. മാറ്റം എന്താ ടാപ്പില് വെള്ളം സൗകര്യം എന്തായി. നോക്കുക ഇപ്പോൾ എത്ര നീറ്റായി നോക്കും. ഇവിടെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാണ്ടെങ്കിൽ റെയിൽവേ അല്ല ഏത് മേഖലകളും റെസ്പോണ്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ ട്രെയിനിൽ എന്താണെന്ന് പറയാം നീറ്റ്നെസ്. ഓരോരോ സീറ്റിൻ്റെ മുകളിൽ കൂടെ ക്ലീനിങ്ങിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ഇടവിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. ഇതിന് അടിസ്ഥാനം ഉണ്ടാക്കിയത് ഞാനന്ന് നിങ്ങളൊന്ന് അറിയിച്ചു കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഞാനിന്ന് ചോദിച്ചത് എന്താണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. അവിടുന്ന് സ്ട്രിക്റ്റ് ഓർഡറാണ്. സ്ട്രിക്റ്റ് ഓർഡറിന് ഉണ്ടായ കാരണം ഞാൻ തന്നെയാണ്. അഭിമാനത്തോടുകൂടി പറയട്ടെ.